അർഹതയില്ലാത്തിടത്ത് കയറി ചെല്ലരുത്. ദുഃഖത്തിനും അപഹാസ്യതയ്ക്കും അതിടയാക്കും. ദക്ഷയാഗം പുരാണകഥ ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ്. ദക്ഷ പ്രജാപതിയുടെ മകളായ സതി മഹാദേവനെ വിവാഹം കഴിച്ചു. എന്നാൽ ഇത് ദക്ഷ പ്രജാപതിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ദക്ഷയാഗം നടത്തുന്നു. എല്ലാ ദേവന്മാരെയും ദക്ഷയാഗത്തിന് ക്ഷണിച്ചു. പക്ഷേ മഹാദേവനെയും സതീദേവിയെയും ദക്ഷയാഗത്തിന് ക്ഷണിച്ചില്ല. എന്നാൽ തൻ്റെ പിതാവിനോടുള്ള സ്നേഹം കാരണം സതീദേവി ദക്ഷയാഗത്തിന് പോകാനൊരുങ്ങുന്നു. അപ്പോൾ മഹാദേവൻ പറഞ്ഞത്, അർഹതയും അംഗീകാരവും ഇല്ലാത്തിടത്ത് കയറി ചെല്ലുന്നത് അപമാനം മാത്രമേ നൽകൂ എന്നായിരുന്നു. എന്നാൽ സതീദേവി അതൊന്നും ശ്രദ്ധിക്കാതെ ദക്ഷയാഗത്തിൽ പുറപ്പെട്ടു. എന്നാൽ അവിടെ സതീദേവിക്ക് നേരിട്ടത് ആദരവായിരുന്നില്ല. ശിവനെ നിന്ദിക്കുകയും സതിയുടെ സാന്നിധ്യം പോലും അസ്വീകാര്യം ആവുകയും ചെയ്തു. ഇത് സഹിക്കാനാവാതെ സതീദേവി ആത്മാഹുതി ചെയ്യുകയാണ്. അർഹത, ബഹുമാനം ഇവയില്ലാത്തിടത്ത് നിൽക്കുന്നത് എത്ര വലിയ ദുഃഖത്തിലേക്ക് നയിക്കും എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്ഷണമില്ലാത്തിടത്ത് കയറി ചെല്ലുന്നത് സ്നേഹം കൊണ്ടായാലും ബന്ധം കൊണ്ടായാലും അവസാനം അപമാനത്തിലേക്കാണ് നയിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനവന് യോജിച്ച ഇടങ്ങളും സമയങ്ങളും ഉണ്ടാകും. അവ തിരിച്ചറിയാതെ ഇടപെടുമ്പോൾ നഷ്ടമാകുന്നത് അംഗീകാരം മാത്രമല്ല, ആത്മാഭിമാനം കൂടിയാണ്. ക്ഷണിക്കപ്പെടാത്ത സാന്നിധ്യം പലപ്പോഴും അനാവശ്യമായി മാറും. അപ്പോൾ വാക്കുകൾക്കും നിലപാടുകൾക്കും വില കുറയുന്നു. കയറി ചെല്ലുന്നതിലല്ല, യോഗ്യതയോടെ എത്തിപ്പെടുന്നതിലാണ് നമ്മുടെ അഭിമാനം.